ഉദ്യദ്ദിനേശ്വരരുചിം. ഉദ്യദ്ദിനേശ്വരരുചിം. ഉദ്യത് ദിനേശ്വരരുചിം. ഉദ്യദ്ദിനേശ്വരരുചിം നിജഹസ്തപദ്മൈഃ. നിജഹസ്തപദ്മൈഃ. ഉദ്യദ്ദിനേശ്വരരുചിം നിജഹസ്തപദ്മൈഃ. ഒരു വരിയായി. ഉദ്യദ്ദിനേശ്വരരുചിം നിജഹസ്തപദ്മൈഃ. രണ്ടാമത്തെ വരി. പാശാങ്കുശാഭയവരാൻ. 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 പാശാങ്കുശാഭയവരാൻ ദധതം ഗജാസ്യം. ദധതം ഗജാസ്യം. ദധതം ഗജാസ്യം. പാശാങ്കുശാഭയവരാൻ ദധതം ഗജാസ്യം. ഉദ്യദ്ദിനേശ്വരരുചിം നിജഹസ്തപദ്മൈഃ. പാശാങ്കുശാഭയവരാൻ ദധതം ഗജാസ്യം. മൂന്നാമത്തെ വരി. രക്താംബരം. രക്താംബരം. രക്താംബരം സകല ദുഃഖഹരം. സകല ദുഃഖഹരം ഗണേശം. സകല ദുഃഖഹരം ഗണേശം. രക്താംബരം സകല ദുഃഖഹരം ഗണേശം. രക്താംബരം സകല ദുഃഖഹരം ഗണേശം. ഇനി നാലാമത്തെ വരി. ധ്യായേൽ. ധ്യായേൽ പ്രസന്നമഖിലാഭരണാഭിരാമം എന്നാണ്. പ്രസന്ന, അത് ഒരുമിച്ച് തന്നെ മുഴുവൻ എഴുതാം. പ്രസന്ന മഖിലാഭരണ. ഭരണാഭിരാമം. പ്രസന്നമഖിലാഭരണാഭിരാമം. പ്രസന്നമഖിലാഭരണാഭിരാമം. ധ്യായേൽ പ്രസന്നമഖിലാഭരണാഭിരാമം. ഉദ്യദ്ദിനേശ്വരരുചിം നിജഹസ്തപദ്മൈഃ. പാശാങ്കുശാഭയവരാൻ ദധതം ഗജാസ്യം. രക്താംബരം സകല ദുഃഖഹരം ഗണേശം. ധ്യായേൽ പ്രസന്നമഖിലാഭരണാഭിരാമം. അതിന്റെ അർത്ഥം നോക്കാം. ഉദ്യത് ദിനേശ്വരരുചിം. ദിനേശ്വരൻ എന്ന് പറഞ്ഞാൽ ദിനത്തിന്റെ ഈശ്വരൻ. ദിനത്തിന്റെ ഈശ്വരൻ. ദിനം എന്ന് പറഞ്ഞാൽ പകൽ. പകലിന്റെ ഈശ്വരൻ. ദിനകരൻ, സൂര്യൻ. ദിനേശ്വരൻ എന്ന് പറഞ്ഞാല് ദിനേശൻ, ദിനേശ്വരൻ സൂര്യനാണ്. ഉദ്യത് ദിനേശ്വര. ഉദ്യത് ആയിരിക്കുന്ന ദിനേശ്വരൻ. അത് നമ്മൾ ഉദ്യത് എന്നുള്ളത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഭുവനേശ്വരിയുടെ ധ്യാനത്തിൽ ഉദ്യത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഉദിച്ചു നിൽക്കുന്ന എന്നർത്ഥം. ഉദിച്ച, ഉദിച്ചുകൊണ്ടിരിക്കുന്ന, ഉദിച്ച ഉടനെ ആ സമയത്തുള്ള ഉദയ സൂര്യൻ. അതാണ് ഉദയസൂര്യൻ. ഉദയസൂര്യന്റെ രുചിം, ആ രുചിയോടുകൂടി. രുചി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭംഗി, ആകർഷണീയത. ഉദയസൂര്യന്റെ ശോഭയോടുകൂടിയാന്നർത്ഥം. പിന്നെ നിജഹസ്തപദ്മൈഃ. നിജ എന്ന് പറഞ്ഞാൽ
തൻ്റെ സ്വന്തം, ഹസ്തം കൈ, ഹസ്തപദ്മം ഹസ്തങ്ങളാകുന്ന പദ്മം, ഹസ്തപദ്മം കൈകളെ താമരയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള പറയുകയാണ്. അത്രയേ ഉള്ളൂ. കൈകളാകുന്ന പത്മങ്ങൾ എന്നർത്ഥം. അപ്പോൾ 4 കൈകൾ എത്രയാ നോക്കാം, നമുക്ക് എണ്ണി നോക്കാം. തൻ്റെ കൈകളെ കൊണ്ട്, കൈകളാൽ, അപ്പൊ രണ്ടിൽ കൂടുതൽ ഉണ്ട് ഏതായാലും. നിജഹസ്തപദ്മൈ പാശ അങ്കുശ അഭയ വരാൻ ദധതം. പാശം, അങ്കുശം, അഭയം, വരം, ഈ ഇവകളെ ധരിച്ചിട്ടുള്ളയാള്. അപ്പൊ 4 കൈ തന്നെ. അപ്പൊ പാശമുണ്ട്, അങ്കുശമുണ്ട്, അഭയമുണ്ട്, വരമുണ്ട്, വരദം. പാശായനമോ അങ്കുശായനോ അഭയായനോ വരദായനോ, ഇങ്ങനെ 4 ആയുധങ്ങളെ ധരിച്ചയാള്. ദധതം ഇവനെ ധരിച്ചയാളും. ഗജാസ്യം ഗജമുഖത്തോടു കൂടിയിട്ടുള്ള ആളാണ്. ആനയുടെ കൊമ്പ്, ആനയുടെ മുഖത്തോടു കൂടിയുള്ള ആള്. പിന്നെ രക്താംബരം, രക്തമായിട്ടുള്ള അമ്പരം, ചുവന്ന വസ്ത്രം ധരിച്ചയാളാണ്. സകല ദുഃഖഹരം, എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നയാള്, എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നയാള്, ഇല്ലാണ്ടാക്കുന്നയാളാണ്. ഗണേശം ഗണേശനാണ്, ഗണങ്ങളുടെ ഈശനാണ്. പിന്നെയോ പ്രസന്നം സന്തുഷ്ടനാണ്. പ്രസന്നം അഖിലാഭരണാഭിരാമം, അഖില ആഭരണ അഭിരാമം, അഖിലങ്ങളായിട്ടുള്ള ആഭരണങ്ങളെ കൊണ്ട് അഭിരാമൻ ആണ്. അഖിലം എന്ന് പറഞ്ഞാൽ എല്ലാ എന്നർത്ഥം. എല്ലാ ആഭരണങ്ങളും, എല്ലാ ആഭരണങ്ങളെയും കൊണ്ട് അഭിരാമൻ, ശോഭിക്കുന്ന എന്നുള്ള അർത്ഥം തന്നെ. അങ്ങനെ ശോഭിക്കുന്നയാള്. അങ്ങനെയൊക്കെയുള്ള ഗണേശനെ ധ്യാനിക്കണം എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം വരിക. ഉദ്യദ്ദിനേശ്വര രുചിം നിജഹസ്തപദ്മൈ പാശാങ്കുശാഭയവരാൻ ദധതം ഗജാസ്യം രക്താംബരം സകല ദുഃഖഹരം ഗണേശം ധ്യായേൽ പ്രസന്നമഖിലാഭരണാഭിരാമം.